സുഹൃത്തുക്കളെ, നമുക്ക് ആരംഭിക്കാമെന്നാണ് തോന്നുന്നത്. പ്രിയപ്പെട്ട ബാലവേദി കൂട്ടുകാരെ, മറ്റ് സുഹൃത്തുക്കളെ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഈ ലൈവ് പ്രോഗ്രാം ഇന്നത്തെ പരിപാടിയായിട്ടുള്ളത് ഒറിഗാമി രൂപങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു സെഷനാണ് ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് മണികണ്ഠൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂർ BRCയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഒറിഗാമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന രൂപങ്ങളാണ് സാധാരണ ഒറിഗാമി എന്ന് പറയുന്നത്. ഒറിഗാമിയിൽ മറ്റു ഉപകരണങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. ചില ഒറിഗാമിയൊക്കെ കേട്ടിട്ടുണ്ട് കത്രിക കൊണ്ട് മുറിക്കുന്ന തരത്തിലേക്ക്, പേപ്പർ കത്രിക ഉപയോഗിച്ച് മുറിച്ചിട്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ടൈപ്പുള്ളത് നമുക്ക് ഒറിഗാമി എന്നുള്ള പേരിൽ അല്ല അറിയപ്പെടുന്നത്. ചിലവർ അതിനെ ക്രിഗാമി എന്ന് വിളിക്കാറുണ്ട്. ഏതായാലും ശരി, നമുക്ക് ഈ ഒറിഗാമിക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള പേപ്പറുകൾ മാത്രമാണ്. പിന്നെ വേണ്ടത് നല്ലൊരു മനസ്സാണ്. ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒറിഗാമി ഉണ്ടാക്കൽ ആരംഭിക്കാവുന്നതാണ്. ഒറിഗാമി നമ്മുടെ ഒരു ഇന്ത്യൻ കലാരൂപമായിട്ടല്ല വികസിച്ചത്. അതൊരു ജാപ്പാനീസ് പദമാണ്. ഒറി എന്ന് പറഞ്ഞാൽ മടക്ക് എന്നാണ് അർത്ഥം. കാമി എന്ന് പറഞ്ഞാൽ പേപ്പർ. അപ്പോൾ ജപ്പാൻകാരുടെ ഈ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒറികാമി എന്ന് പറയുകയും പതുക്കെ അതിനെ ഒറിഗാമി എന്ന് വിളിക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഒറിഗാമി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പേപ്പർ കൊണ്ട് മടക്കി രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആ കലാരൂപത്തിനെ വിളിക്കുന്ന പേരാണ് ഒറിഗാമി. ഈ ഒറിഗാമി നാട്ടിൽ പ്രചാരത്തിലാവുന്നതിൻ്റെ പിന്നിൽ ഒരു ചെറിയ സംഭവമുണ്ട്. ഇന്ന് നമുക്ക് ജപ്പാനിൽ മാത്രമൊന്നല്ല, ഇന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഒറിഗാമി എന്നുള്ള കലാരൂപം വളരെ പ്രചാരത്തിലുള്ളതാണ്. നമ്മുടെ നവമാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബുകളിൽ ഒട്ടേറെ തരത്തിലുള്ള ഒറിഗാമികൾ നമുക്കിന്ന് ലഭ്യമാണ്. ഇന്ന് ഒറിഗാമി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിൻ്റെ ലഭ്യതയ്ക്ക് ഒരു കുറവുമില്ല. ഇഷ്ടം പോലെ വീഡിയോകളുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഡയഗ്രം, ഈ ഡയഗ്രങ്ങൾ ഓരോ ഒറിഗാമിയും എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഈ ഡയഗ്രം ഉപയോഗിച്ച് അതിൻ്റെ വരകളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസത്തിൽ ഈ ഒറിഗാമി രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരുപാട് ഡയഗ്രം നമുക്ക് നെറ്റിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഒന്നുകിൽ വീഡിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡയഗ്രം, ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഒറിഗാമി പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ്. പിന്നീടാണ് നമുക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ വരുന്നത്. അതിൻ്റെ ഈ വരകൾ എന്താണ്, അതിൻ്റെ അർത്ഥം, ഈ മടക്കുകളിൽ അടിസ്ഥാനപരമായിട്ടുള്ള സാമ്യങ്ങൾ ചില സ്ഥലത്ത് കാണും. അത്തരത്തിലുള്ള പല സംശയങ്ങളും നമ്മൾ ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉയർന്നു വരും. ആ സമയത്താണ് നമുക്ക് ഒറിഗാമിയുടെ ഒരു പരിശീലനം വേണ്ടി വരുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ബാലവേദികൾ മുഴുവൻ ഒറിഗാമി എന്ന് പറയുന്ന ഈ ഒരു കലാരൂപത്തെ വല്ലാതെ സ്വീകരിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ ഒറിഗാമി എന്ന് പറയുന്ന കലാരൂപം പല കൂട്ടുകാർക്കും പ്രവർത്തകർക്കൊക്കെ സുപരിചിതമാണ്.
എന്നാലും അതിൻ്റെ പിന്നാലെ നിരന്തരമായി പേപ്പർ കൊണ്ട് മടക്കി മടക്കി രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശീലം നിലനിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിരന്തരമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം. പലപ്പോഴും നമുക്കതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്തു വെക്കേണ്ടി വരും. അങ്ങനെ ചെയ്തു വെക്കേണ്ട സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ആൽബം അതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഈ ആൽബത്തിൽ ഒറിഗാമിയെക്കുറിച്ച് അതിന് ആമുഖമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ നിർമ്മാണവും അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ അടക്കം ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് ഒരു പക്ഷേ നമ്മൾ വരച്ച് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇതൊരു സമചതുരമാണ്. ആ സമചതുരത്തെ കോണോട് കോണ് മടക്കണം എന്ന് ഈ ആൽബത്തിലുള്ള ഈ ഒന്നാമത്തെ ഫോൾഡിങ് കണ്ടാൽ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ ഫോൾഡിങ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇതാ. അങ്ങനെ മടക്കിയതിനെ ഒരു പ്രാവശ്യം കൂടെ മടക്കണം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ആ തരത്തിലേക്ക് ഒരു മുയലിനുണ്ടാക്കാനുള്ള 3 സ്റ്റെപ്പ്, അത് തുടക്കക്കാർക്ക് ചിലപ്പം അത് 4ഓ 5ഓ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കേണ്ടി വരും. ആ രീതിയിലേക്ക് അതിനൊന്ന് പേപ്പർ കൊണ്ട് തന്നെ മടക്കി ചെറിയ രൂപങ്ങളാക്കി നമ്മൾ ഈ ആൽബത്തിൽ ഒട്ടിച്ചു വെച്ചാൽ അത് നമുക്ക് ഏത് കാലത്തും ഒരു പ്രാവശ്യം പഠിച്ച രൂപങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നത് മറന്നാലും നമുക്ക് നിഷ്പ്രയാസം അത് ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ, ഈ ഓരോ രൂപങ്ങൾ ഇതങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഏത് സമയത്തും അത് തുറന്നു നോക്കാവുന്നതാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത് എന്നുള്ളത് തുറന്നു നോക്കാം. മറ്റൊന്ന് അതിൻ്റെ ഡയഗ്രാം വന്നാണ്. ഇത് നോക്കൂ, ഒരു മീനിൻ്റെ ഇത് ആദ്യം ഒരു സമചതുര കഷ്ണം വെട്ടിയെടുത്ത് അതിൻ്റെ കോണോട് കോണ് മടക്കി അതിലേക്ക് 2 ഭാഗവും ചേർത്ത് വെച്ചതാണ്. ഇതൊരു പക്ഷേ തുടക്കക്കാർക്ക് 1ഓ 2ഓ സ്റ്റെപ്പുകളായിട്ട് വേറെ വേറെ ചെയ്തു വെക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ എനിക്കറിയാവുന്നുള്ളത് കൊണ്ട് ഈ മടക്കുകൾ കാണുമ്പോൾ ഇതുവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരാൾക്ക് ഏതുവരെയാണോ മനസ്സിലാവുന്നത് അത്രയും ഒരു പേപ്പറിൽ ചെയ്തു വെക്കണം. അടുത്ത പേപ്പറിൽ അതിൻ്റെ 2ാം ഘട്ടം, അടുത്ത പേപ്പറിൽ അതിൻ്റെ 3ാം ഘട്ടം, 4ാം ഘട്ടം, അവസാനം എത്തുമ്പോഴത്തേക്ക് ആ രൂപം റെഡിയായി. ഇതാണ് നമ്മൾ ഒറിഗാമി ആൽബം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിർമ്മാണത്തിന് ശേഷം ആ രൂപവും ആൽബത്തിൽ 3 ഡയമെൻഷനായിട്ട് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മറന്നാൽ അത് ഓർത്തെടുക്കാവുന്നതാണ്. ആ തരത്തിൽ നമ്മളിതിനൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണ് എല്ലതും ഓർമ്മിച്ചെടുക്കാൻ പെട്ടെന്ന് കഴിയുന്നത്. അപ്പോൾ അത് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഒന്നുകിൽ ചിത്രം വരച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അത് നോക്കലാവാം, ഇതുപോലത്തെ ആൽബങ്ങളാവാം, മറ്റെന്തൊക്കെയാണോ നമുക്ക് സാധ്യമാവുന്നത് അത്തരത്തിൽ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിലേക്ക് ചെറിയൊരു ഡോക്യുമെൻറ്റേഷൻ നടത്തി വയ്ക്കണം. കാരണം ഓരോ മടക്കുകളും നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കൽ ചിലപ്പോൾ പ്രയാസകരമാവും. അതിനു വേണ്ടിയുള്ളൊരു വിദ്യയാണ്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒറിഗാമി രൂപങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും
വ്യാപകമായതിൻ്റെ പിന്നിലുള്ളൊരു കഥ, അതും ചിലപ്പോൾ ഒരു പക്ഷേ കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. നമ്മൾ ബാലവേദിയിലൊക്കെ സ്ഥിരമായിട്ട് കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്ന പരിഷത്തിൻ്റെ പ്രവർത്തകർക്ക് നന്നായിട്ട് പരിചയമുള്ള കഥയുമാണ്. അത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക 2 ബോംബുകൾ ഹിരോഷിമയിലും നാഗസാക്കിലും വർഷിച്ചത് നമുക്കറിയാവുന്നതാണല്ലോ. അതിൻ്റെ അണുപ്രസരണമേറ്റ് ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത്. മാത്രമല്ല, ആ സമയത്ത് മരണപ്പെടാതെ ജീവിച്ച ആളുകൾ പിന്നീട് ഈ മാരകമായ രശ്മി ഏറ്റതിൻ്റെ ഭാഗമായിട്ട് ഇഞ്ചിഞ്ചായി മരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ പിന്നിൽ നമുക്ക് പറയാനുള്ളത്. ഒരു ചെറിയ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് സഡാക്കോ സുസുക്കി. അവൾക്ക് വലിയ ഓട്ടക്കാരിയാവണമെന്നായിരുന്നു ആഗ്രഹം, ഒരു വലിയ സ്പോർട്സ്മാൻ. അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള പരിശ്രമമായിരുന്നു. ചെറുപ്പകാലം മുതലേ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന സഡാക്കോ സുസുക്കി ഒരു ദിവസം ഓടിക്കൊണ്ടിരുന്ന ട്രാക്കിൽ കുഴഞ്ഞു വീണു. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സകൾക്കിടയിലാണ് മനസ്സിലാവുന്നത് സുസുക്കിക്ക് രക്താർബുദമാണ്, ബ്ലഡ് ക്യാൻസർ. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറവ്. ജപ്പാനിലൊരു വിശ്വാസമുണ്ട്, ഒരു അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ നാട്ടിലും അങ്ങനത്തെ ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉള്ളതാണല്ലോ. ഈ വിശ്വാസങ്ങൾക്ക് എതിരായിട്ടാണ് നമ്മളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, പേപ്പർ കൊണ്ട് കൊക്കുകൾ ഉണ്ടാക്കുക. അങ്ങനെ 1000 കൊക്കുകൾ തികഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ നിറവേറും. രസകരമായിട്ടുള്ളൊരു വിശ്വാസമാണ് അല്ലേ? പക്ഷെ ജപ്പാൻകാരുടെ ഒരു വിശ്വാസമാണത്. അപ്പോൾ ജപ്പാനിൽ ഈ കുട്ടി മരിക്കാതിരിക്കാൻ, കാരണം എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം ഈ കുട്ടി ജീവിക്കണം, നല്ലൊരു ഓട്ടക്കാരിയാവണം എന്നൊക്കെയാണ്. അങ്ങനെ മരിക്കാതിരിക്കാൻ എല്ലാവരും കൂടി ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കൊക്കുകൾ ഉണ്ടാക്കുക. നല്ല വെളുത്ത സഡാക്കോ കൊക്കുകൾ. അവളെ കാണാൻ വരുന്ന ആൾക്കാരും അവരുടെ വീട്ടുകാരും എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കൊക്കുകളെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 1000 കൊക്ക് തികയുന്നതിന് മുമ്പ് നമ്മുടെ സുസുക്കി മരിച്ചുപോയി. ഇതാണ് ആ സംഭവം. ഈ കഥ സമാധാനത്തിൻ്റെ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്താകെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സഡാക്കോ എന്ന് പറയുന്ന കൊക്കും അതിൻ്റെ പിന്നാലെ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ യുദ്ധവിരുദ്ധ ദിനങ്ങളിൽ എല്ലാ സ്കൂളുകളിലും ബാലവേദിയിലുമൊക്കെ ഈ കൊക്കുകൾ നിർമ്മിക്കുന്ന ഒരു സംവിധാനം, പേപ്പർ കൊണ്ട് കൊക്കുകൾ നിർമ്മിക്കുക, അത് കൂട്ടത്തോടുകൂടെ സൊഡാക്കിക്ക് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുക, അത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യം മുഴുവൻ ഈ ഒറിഗാമി എന്നുള്ള ഈ കലാരൂപം ഇത്രയേറെ പ്രചാരത്തിലായത്. അതേപോലെ നമുക്കിനി പറയാനുള്ളത്, ഒറിഗാമിക്ക് ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങളെ വേണ്ടതുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, അതിനനുയോജ്യമായ പേപ്പറാണ്. മടക്കുകളൊന്നുമില്ലാത്ത നല്ല പ്ലെയിനായിട്ടുള്ള നിറത്തിന് നമുക്ക് ഓരോന്നിനും യോജിച്ച നിറം ഉപയോഗിക്കാം. പല നിറത്തിലുള്ള പേപ്പറും വിപണിയിൽ ലഭ്യമാണ്. അതുകൊണ്ട് മടക്കുകൾ ചുളിവുകളൊന്നുമില്ലാത്ത നല്ല പേപ്പറാണ് ഇതിനാവശ്യമായിട്ടുള്ള ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ കൈ തന്നെയാണ്. മറ്റു ഉപകരണങ്ങളൊന്നും നമ്മൾ ഒറിഗാമിക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. പിന്നെ നല്ലൊരു ഭാവന, എന്താണോ ഉണ്ടാക്കേണ്ടത്
ആ ഉണ്ടാക്കേണ്ടതിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള മടക്കുകൾ, അതാണത്. അപ്പോൾ ഒരു കലാകാരൻ കൂടിയാണ് ഈ ഒറിഗാമി നിർമ്മിക്കുന്ന ആൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭാവന ഉണ്ടാവണം, ആ ഭാവന കൈകൾ കൊണ്ട് രൂപമായിട്ട് മാറണം. സാധാരണ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ ഒറിഗാമിക്ക് വലിയ പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒറിഗാമി എന്നുള്ള നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ എന്താണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്, നമ്മുടെ മസ്തിഷ്കത്തിന്, തലച്ചോറിന് 2 ഭാഗമാണ്, ഇടതും വലതും. അപ്പോൾ പ്രവൃത്തികളൊക്കെ ഒരു ഭാഗം നിയന്ത്രിക്കുകയും അതേപോലെ ഭാവനകളൊക്കെ മറ്റു ഭാഗം നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തലച്ചോറിൻ്റെ ആ പ്രദേശം ഉദ്ദീപിക്കപ്പെടുകയും നല്ല ഭാവന ഉണ്ടാകുന്ന ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെ തലച്ചോറിൻ്റെ മറുഭാഗം ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഒറിഗാമിക്ക് ഇത് രണ്ടുമുണ്ട് എന്നുള്ളത് കൊണ്ട് തലച്ചോറിൻ്റെ ഇരുഭാഗങ്ങളും ഒരേപോലെ പ്രവർത്തിക്കാൻ സജ്ജമാക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് ഒറിഗാമിയെ കാണുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒറിഗാമി വളരെ പ്രധാനപ്പെട്ടതാണ്. ആവശ്യമായ പേപ്പറുകൾ സാധാരണ നമുക്ക് വിപണിയിൽ കിട്ടുന്നത് ഇതേപോലെയുള്ള പേപ്പറുകളാണ്. അപ്പോൾ ഇതാണ് വാർണിഷ് പേപ്പർ. വാർണിഷ് പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗം നിറം കൊടുത്തതായിരിക്കും, പല നിറത്തിലുള്ളതും കിട്ടും. ഇത് മഞ്ഞ നിറത്തിലുള്ളതാണ്, ഇത് വേറൊരു നിറത്തിലുള്ള വാർണിഷ് പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ മറുഭാഗത്ത് കളർ ഉണ്ടാവില്ല, വെള്ള നിറമാണ്. കളറുള്ള ഭാഗത്ത് നല്ല മിനുസുണ്ടാവും, തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മിനുസുണ്ടാവും. ഇതാണ് വാർണിഷ് പേപ്പർ. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു പേപ്പറാണ് ഇത്. പക്ഷേ വാർണിഷ് പേപ്പർ അല്ല, ഇത് ഫ്ലൂറസെൻ്റ് പേപ്പർ എന്ന് പറയും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മിനുസ് ഇതിനുണ്ടാവില്ല, ഇത് പരിപരിപ്പാണ് ഉണ്ടാവുന്നത്. വാർണിഷ് പേപ്പറിന് ആ ഭാഗം നല്ല മിനുസായിരിക്കും. ഈ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെയും മറുഭാഗത്ത് വെള്ള നിറം തന്നെയാണ്, കളർ ഉണ്ടാവില്ല, ഒരു ഭാഗത്താണ് കളർ ഉണ്ടാവുന്നത്. ഇതും നമുക്ക് പല തരത്തിലുള്ള നിറങ്ങൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ 2 തരത്തിലുള്ള പേപ്പർ ഞാൻ പറഞ്ഞു, ഒന്ന് വാർണിഷ് പേപ്പർ, ഇത് ഫ്ലൂറസെൻ്റ് പേപ്പർ. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചാർട്ട് പേപ്പർ, ഇത് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കുന്ന, എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേപ്പർ ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പൊട്ടാൻ സാധ്യത ഉണ്ട്. ഈ മടക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് കട്ടിയുള്ള കടലാസ് കൊണ്ട് നിർമ്മിക്കേണ്ട രൂപങ്ങൾ മാത്രമാണ് ഇതുകൊണ്ട് നിർമ്മിക്കേണ്ടത്. ബാക്കിയുള്ളതിന് ഏറ്റവും നല്ലത് വാർണിഷ് പേപ്പറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ A4 പേപ്പർ, ഇപ്പോൾ നമ്മുടെ ഫയൽ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തരത്തിലുള്ള. അപ്പോൾ നമ്മൾ ഫയൽ പേപ്പർ മതി സാധാരണ ഒറിഗാമി രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ. പ്രത്യേകിച്ച് സഡാക്കോ നിർമ്മാണത്തിന് വെളുത്ത പേപ്പറാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി ഇതേപോലത്തെ A4 പേപ്പറിൻ്റെ കളർ പേപ്പറാണ്, നല്ല രസമാണ്. വാർണിഷ് നമ്മളെ A4 പേപ്പർ പോലെ തന്നെയാണ്, പക്ഷേ 2 സൈഡിലും കളറുണ്ടായിരിക്കും, 2 സൈഡിലും കളറാണ്. ഇത് പലതരത്തിലുള്ള പേപ്പർ കിട്ടും. ഇപ്പോൾ മഞ്ഞ പേപ്പർ 2 സൈഡിലും മഞ്ഞയാണ്, പച്ചയാണെങ്കിൽ 2 സൈഡിലും പച്ചയാണ്, ഉണ്ടോ, 2 സൈഡിലും പച്ച. അപ്പോൾ ആ രീതിയിലേക്ക് കളർ A4, പിന്നെ A4 പേപ്പർ, ചാർട്ട് പേപ്പർ, ഫ്ലൂറസെൻ്റ് പേപ്പർ, വാർണിഷ് പേപ്പർ, സാധാരണ ചാർട്ട് പേപ്പർ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന തരത്തിലേക്ക് ഒറിഗാമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്.
ഒറിഗാമി ഉണ്ടാക്കി പഠിക്കാൻ ഇത്തരത്തിലുള്ള പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല മാസികയുടെ പേപ്പർ തന്നെ നമുക്ക് ഈ കുറച്ച് മിനുസൊക്കെ ഉള്ള ചില മാസികയുടെയൊക്കെ പുറംചട്ട അതൊക്കെ ഉപയോഗിക്കാം. ഉള്ളിൽ പരസ്യങ്ങൾ വരുന്നതൊക്കെ നല്ല ഗിൽറ്റഡ് കുറച്ച് കളർഫുള്ളായിട്ടുള്ള പേപ്പറൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള പേപ്പർ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് മതി നമ്മളെ ഒറിഗാമി നിർമ്മിച്ച് പഠിക്കാൻ. പിന്നെ സ്ഥിരമായിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരുന്ന നോട്ടീസ് ഉണ്ടാവും, ഏറ്റവും നല്ലതാണ്. പിന്നെ പഴയ ന്യൂസ് പേപ്പർ, അത് ചില വസ്തുക്കൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ ന്യൂസ് പേപ്പർ അത്ര നല്ലതാവില്ല, കാരണം അതിൻ്റെ ഒരു ഷേപ്പൊക്കെ അനുയോജ്യമായി വരുന്നതിന് ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് തൊപ്പി ഉണ്ടാക്കണം, ഏറ്റവും നല്ലത് ന്യൂസ് പേപ്പർ, കാരണം അതിൻ്റെ കറക്റ്റ് വലിപ്പമാണ്. അതിൻ്റെ മടക്കുകളൊക്കെ ന്യൂസ് പേപ്പർ വരുമ്പോൾ തന്നെ മടക്കിയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒറിഗാമിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. ഇനി പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ടത്, ഒറിഗാമിക്ക് ചില ബേസിക് ആയിട്ടുള്ള മടക്കുകളുണ്ട്, അത് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഡയഗ്രത്തിലൊക്കെ അതിൻ്റെ വരകളും അടയാളങ്ങളും ഒക്കെ കാണുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവില്ല. അവിടെ വല്ലാണ്ട് വിശദീകരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ വാചകങ്ങൾ എഴുതിയിട്ടുണ്ടാവുള്ളൂ, ചിഹ്നങ്ങളാണ് ഇട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ ചിഹ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഡയഗ്രം ഉപയോഗിച്ചിട്ട് നമുക്കിഷ്ടം പോലെ ഉണ്ടാക്കാം. അപ്പോൾ അത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള ചില മടക്കുകൾ അത് നമ്മൾ മനസ്സിൽ നന്നായിട്ടുണ്ടാവണം. എന്തൊക്കെയാണ് ആ മടക്കിൻ്റെ പ്രത്യേകത എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ആ ബേസിക് മടക്കുകളിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ഞാനതിന് ഈ ചുവപ്പ് പേപ്പർ ഉപയോഗിക്കാം. ഇത് ഒരു സമചതുരാകൃതിയിലുള്ള പേപ്പറാണ്. സാധാരണ നമ്മുടെ പേപ്പറൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ചും കൂടെ നീളമുണ്ടാവും അല്ലേ, ചതുരാകൃതിയിലാണ് വരുന്നത്. ആ ചതുരാകൃതിയിലുള്ള പേപ്പറിനെ സമചതുരാകൃതിയിൽ മുറിച്ച് വയ്ക്കുന്നതാണ് നമ്മൾ. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു ബേസിക് ആയിട്ടുള്ള മടക്കാണ്. നോക്കിക്കോളൂ, ആദ്യം കോണോട് കോണ് മടക്കുക. ഒറിഗാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മടക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മടക്കിനെ കൈകൊണ്ട് നന്നായി വരുതണം. ഒരു 3-4 പ്രാവശ്യം നന്നായി വരുതണം. കാരണം ഈ മടക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഇസ്തിരിട്ടതുപോലെ, നമ്മൾ ഷർട്ടൊക്കെ ഇസ്തിരി ഇടലില്ലേ, അതേപോലെ നന്നായിട്ട് കൈകൊണ്ട് വരുതണം. ഇപ്പോൾ കോണോട് കോണ് ചേർന്നിട്ടുള്ള ഒരു മടക്ക് കിട്ടി. ഇനി ഞാൻ മറ്റ് 2 കോണ്, ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് മടക്കുകയാണ്. ഇതാ, നന്നായി മടക്കണം. കൈകൊണ്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് വരുതണം. ഇപ്പോൾ നോക്കൂ, ഒരു ഗുണനച്ചിഹ്നം പോലെ 2 വികരണങ്ങൾ നമുക്ക് കിട്ടി. ഒരു മൂലയിൽ നിന്ന് അതിൻ്റെ എതിർമൂലയിലേക്ക്, അതേപോലെ മറ്റേ മൂലയിൽ നിന്ന് എതിർമൂലയിലേക്ക്. ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് കുറച്ച് ഇതിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഈ വരകളൊന്നിങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് പറയുന്നതാണ് താഴ്വര മടക്ക്. അങ്ങനെ താഴ്വര പോലെ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് പോയി പിന്നെ മുകളിലേക്ക് വരികയാണ്. ഇവിടെ ഇങ്ങനെ താഴേക്ക് വന്ന് മുകളിലേക്ക് വരികയാണ്. ഇവിടെ താഴേക്ക് വന്ന് മുകളിലേക്ക് വരികയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇങ്ങനെ താഴ്വര പോലെ, ഇതാണ് താഴ്വര മടക്ക്. ഇനി നമ്മളത് മറച്ചു വയ്ക്കുകയാണ്. മറച്ചു വയ്ക്കുമ്പോൾ നോക്കി നിങ്ങൾ, ഈ ഭാഗത്ത് ഇങ്ങനെ കുന്ന് പോലെ വന്നു, ഇതാണ് കുന്ന് മടക്ക്. ഇവിടെയും കുന്ന് പോലെ വന്നു, ഇവിടെ കുന്ന് പോലെ വന്നു, ഇവിടെ കുന്ന് പോലെ വന്നു, ഇതാണ് കുന്നു മടക്ക്. അപ്പോൾ തിരിച്ചു വെച്ചാൽ, ആദ്യം വെച്ചതുപോലെ വെച്ചാൽ അതൊക്കെ താഴ്വര മടക്കായിട്ടാണ് കാണുന്നത്.
ഇതാ താഴ്വര മടക്കാണ്, താഴ്വര മടക്കാണ്. തിരിച്ചു വെച്ചു. അപ്പോൾ അത് കുന്നുമടക്കായി മാറി. ഇവിടെ കുന്നുമടക്ക്, ഇവിടെ കുന്നുമടക്ക്, ഇവിടെ കുന്നുമടക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നടുമടക്കാൻ പോവാണ്. ആ നടുമടക്കുമ്പോൾ മൂലയോട് മൂല കുന്നുമടക്കായിട്ട് ഇരിക്കുന്ന രീതിയിലേക്ക് ഇതാ നടുമടക്കുന്നു. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഇതിൽ 2 തരത്തിലുള്ള മടക്ക് കാണാം. ഈ മടക്ക് താഴ്വര മടക്കാണ്, ഇത് കുന്നുമടക്കാണ്. അതേപോലെ ഇവിടെ കുന്നുമടക്കാണ്, ഇത് താഴ്വര മടക്കാണ്. ഇതോ കുന്നുമടക്കാണ് അല്ലേ. ഇനി ഇതിൽ ഇപ്പം ഇങ്ങനെ നടുമടക്കുകയാണ് നമ്മൾ ചെയ്തത്. നിവർത്തി വെച്ച് തിരിച്ച് നടുമടക്കുക, നടുമടക്കി. നോക്കൂ, ഇപ്പം ഇതിൽ എന്തൊക്കെ മടക്കുണ്ട്. ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക് കുന്നുമടക്ക്, ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക് കുന്നുമടക്ക്, ഈ നടുക്ക് നിന്ന് ഈ നടുക്കിലേക്ക് താഴ്വര മടക്ക്. കുന്നും താഴ്വരയും വ്യത്യാസം മനസ്സിലായില്ലേ? കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊന്തി നിൽക്കും, താഴ്വരയോ നേരെ ഓപ്പോസിറ്റ്, ഒരു താഴേക്ക് പോയി വരുന്ന രീതി. ഇത് കുന്നുമടക്ക്, ഇതോ താഴ്വര മടക്ക്, ഇതോ കുന്നുമടക്ക്, ഇതോ താഴ്വര മടക്ക്. അപ്പോൾ ഇതിൽ മൂലയിൽ നിന്ന് മൂലയിലേക്ക് കുന്നുമടക്കും, അടുത്ത മൂലയിൽ നിന്നും അടുത്ത മൂലയിലേക്കും കുന്നുമടക്ക്. അതേപോലെ നടുവിൽ നിന്ന് നടുവിലേക്ക് താഴ്വര മടക്ക്, ഇവിടെയും നടുവിൽ നിന്ന് നടുവിലേക്ക് താഴ്വര മടക്ക്. ഇതൊരു ബേസിക് ഫോൾഡിംഗ് ആണ്. ഇത്രയും നിങ്ങൾ ചെയ്താൽ ഇതിൽ നിന്ന് പല പല രൂപങ്ങളും നിഷ്പ്രയാസം നമുക്കുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ കോണിൽ നിന്ന് കോണിലേക്ക് കുന്നുമടക്ക് വരണം. ഇനി തിരിച്ചു വെച്ചാൽ നേരെ ഓപ്പോസിറ്റായി. കുന്നിൽ നിന്ന് മൂലയിൽ നിന്ന് മൂലയിലേക്ക് താഴ്വരയായി. അപ്പോൾ ഒരു ഭാഗത്ത് കുന്നുമടക്കും വേണം, താഴ്വര മടക്കും വേണം. മനസ്സിലായില്ലേ? ഇവിടെ താഴ്വര മടക്കാവുമ്പോൾ ഇവിടെ കുന്നുമടക്കാണ്. ഇനി ഞാൻ ചെയ്യുന്ന ഒന്ന് നല്ല ശ്രദ്ധിച്ച് കണ്ടോളുക. ഇപ്പോൾ ഉദാഹരണത്തിന് കോണോട് കോൺ കുന്നുമടക്ക് വന്നത് ഞാനിത് ആ കുന്നായിട്ട് തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. നോക്കിക്കോളൂ, അതിങ്ങനെ ചേർന്ന് ചേർന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനോട് ചേർക്കുക, ഈ ഭാഗത്തുള്ളത് ഇങ്ങോട്ടും ചേർക്കുക. അതാ ഇപ്പം എന്തായി? ഇപ്പോൾ ഒരു സമചതുരാകൃതിയിലുള്ള രൂപം കിട്ടി. നോക്കൂ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു സമചതുരാകൃതി, ആ ഫോൾഡിൻ്റെ അടിയിൽ വേറൊരു സമചതുരാകൃതിയും കൂടെ ഉണ്ട്. ഇതാണ് സമചതുരാകൃതിക്ക് മുകളിൽ സമചതുരാകൃതി വരുന്ന ബേസിക് ഫോൾഡിങ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ കാണിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കുന്നുമടക്ക്, ഇപ്പുറത്ത് താഴ്വര മടക്ക്. ഈ കുന്നുമടക്കിലാണ് നമ്മൾ പിടിക്കുന്നത്. കോണോട് കോണ് ചേർന്നിരിക്കുന്ന ഭാഗമാണ്. അതിങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരുന്നു. ഇനി ഈ ഭാഗത്തുള്ളതിന് ഇതിലേക്ക് ചേർക്കുക, അതുപോലെ ഈ ഭാഗത്തുള്ളതിന് ചേർക്കുക. ഇപ്പോൾ സമചതുരാകൃതിയിലുള്ള ഒരു സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ഇതേ പേപ്പറിൽ തന്നെ ഞാൻ വേറൊരു രൂപം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ബേസിക് ഫോൾഡിംഗ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് രൂപങ്ങളിലേക്ക് പോകാൻ കഴിയും. അടുത്തത് നോക്കിക്കോളൂ, നടുക്കൊന്ന് കുത്തിയാൽ മതി, ഒരു ചെറിയ കുത്തു കൊടുക്കുക. ഇപ്പോൾ ഇതിൽ നോക്കിയേ, കോണോട് കോണുള്ളത് താഴ്വര മടക്കാണ്. അതേ സമയത്ത് നടുവിൽ നിന്ന് പോകുന്നതോ കുന്നുമടക്കാണ്. പൊന്തി നിൽക്കുകയാണ്. ആ കുന്നുമടക്കിനെ നേരത്തെ പിടിച്ചതുപോലെ പിടിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പിടിച്ചത് കോണോട് കോണ് കുന്നുമടക്ക് വരുന്ന സ്ഥലത്താണ്. ഇപ്പോൾ പിടിക്കുന്നത് നടുവിൽ നിന്ന് നടുവിലേക്ക് കുന്നുമടക്ക് വരുന്ന സ്ഥലത്താണ്. അടുപ്പിച്ച് കൊണ്ടുവരിക.
ഇപ്പം എന്താ സംഭവിച്ചത് നോക്കൂ. ഈ ഭാഗത്തുള്ളതിനെ ഇങ്ങോട്ട് അടുപ്പിക്കുന്നു, ഈ ഭാഗത്തുള്ളതിനെ ഇങ്ങോട്ടും അടുപ്പിക്കുന്നു. അതാ. അപ്പോൾ നേരത്തെ കിട്ടിയ രൂപമാണോ? ഇപ്പോൾ കിട്ടിയത് ഒരു ത്രികോണമാണ്. ആ ത്രികോണത്തിൻ്റെ താഴെ മറ്റൊരു ത്രികോണം കൂടെ ഉണ്ട്. അതാ നോക്കിക്കോളൂ. അടിയിലൊരു ത്രികോണം, മേലെ ഒരു ത്രികോണം. അപ്പോൾ ഇത് വേറൊരു ബേസിക് ഫോൾഡിംഗ് ആണ്. ഞാൻ ഇതിനെ ഒന്നും കൂടെ കാണിക്കാം. അതാ നോക്കൂ. നമ്മുടെ നടുഭാഗത്ത് കുന്നുമടക്ക് വരുന്ന സ്ഥലത്ത് പിടിക്കണം. ഇങ്ങനെ തിരിച്ചു വെച്ചാൽ നടുഭാഗത്ത് കുന്നുമടക്കല്ല കേട്ടോ, അതൊക്കെ താഴ്വര മടക്കാണ്. അപ്പോൾ തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ച് നടുക്കൊന്ന് ഒരു ചെറിയ കുത്തു കൊടുക്കുക. ഇപ്പോൾ നടുഭാഗത്ത് കുന്നുമടക്ക് വന്ന് എഴുതാം. അതിനെങ്ങനെ ചേർത്ത് 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 പിടിച്ച് ഇനി ഈ ഭാഗവും ഇതിനോട് ചേർത്ത് വെച്ചു, അതുപോലെ ഈ ഭാഗവും ചേർത്ത് വെച്ചു. ഓക്കെ. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഫോൾഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് മറ്റൊരു ഫോൾഡിംഗ് കൂടെ കാണാം. അത് പല സമയത്തും നമുക്ക് പക്ഷികളുണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ തല, വാല് ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ സാധാരണ രീതിയിലേക്ക് നമ്മൾ തല ഒന്നിങ്ങനെ മടക്കി വെച്ചാൽ അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് നിൽക്കുക. തിരിച്ചു വെച്ചാലോ ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കും. സാധാരണ പക്ഷിയുടെ തല സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട മടക്കുണ്ട്. വാല് വരുന്ന സമയത്തും അതേപോലെ തന്നെയാണ്. ഒരു ജീവിക്കും വാല് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് അങ്ങനെ നിൽക്കില്ല. വാല് നേരെ പിന്നിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് വാലും തലയും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മടക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് മനസ്സിലാക്കണം. നോക്കൂ, ഞാൻ നേരത്തെ എടുത്തതുപോലത്തെ ഒരു പേപ്പർ വീണ്ടും എടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ കോണോട് കോണ് മടക്കി. ഇതാ കോണോട് കോണ് മടക്കി നന്നായി കൈകൊണ്ട് വരുതണം. 3-4 പ്രാവശ്യം വരുതണം. അല്പം ക്ഷമയൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് സാധാരണ ഈ ഒറിഗാമി സ്ഥിരമായി ഉണ്ടാകുന്ന ആൾക്കാർക്ക് ക്ഷമ കൂടുന്നൊക്കെ പറയും. അപ്പോൾ കൂട്ടുകാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തോളുക. ക്ഷമ നല്ലതാണ്. നോക്കൂ, ഈ പേപ്പർ ഇപ്പം നമ്മൾ ഈ വലതു ഭാഗത്തേക്കാണ് മടക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നടുഭാഗം ഒന്ന് തിരിച്ച് മടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെയ്യുന്നത് നോക്കുക. ഇങ്ങനെ ഇരിക്കുന്നതിനെ നേരെ ഓപ്പോസിറ്റ്, വര മാറുന്നില്ല, ആ വരയിൽ കൂടെ തന്നെയാണ് പോകേണ്ടത്. യെസ്. ഇപ്പോൾ ഈ പേപ്പറിൻ്റെ പ്രത്യേകത എന്തായി? ഇങ്ങോട്ട് മടക്കാനും എളുപ്പമാണ്, തിരിച്ച് ഇങ്ങോട്ട് മടക്കാനും എളുപ്പമാണ്. നമ്മുടെ വാതിലിൻ്റെയൊക്കെ വിജാഗിരി പോലെ അല്ലേ? അടയ്ക്കുകയും ചെയ്യാം, പിന്നെ തുറക്കുകയും ചെയ്യാം. ആ രീതിയിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എളുപ്പത്തിൽ മടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് മടക്കുന്നത്. ഈ മടക്കിനെ അറിയുന്ന പേരാണ് വിജാഗിരി മടക്ക്. ഓർമ്മിച്ച് വെക്കണം, വിജാഗിരി മടക്ക്. പലപ്പോഴും നമ്മൾ ഈ ഒറിഗാമി ക്ലാസ്സുകളിലൊക്കെ ഇനി വിജാഗിരി മടക്കാക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മടക്കുന്നതിനെയാണ് വിജാഗിരി മടക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത മടക്ക്, നേരത്തായിട്ടുള്ള ഈ കോണോട് കോണുള്ള ഭാഗത്തേക്ക് ഞാൻ ഇതാ ഇങ്ങനെ മടക്കുന്നു. മടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് കൂർപ്പ് വരണം. ഈ നടുക്കിലത്തെ വരയിൽ മുട്ടി നിൽക്കണം. കൈ കൊണ്ട് വരുത്തിക്കോളൂ. യെസ്. കൈ കൊണ്ട് നന്നായിട്ട് വരുത്തണം. ഇവിടെ 2-3 പ്രാവശ്യം കൈകൾ കൊണ്ട് നന്നായി വരുത്തണം. അതിലൊരു കുറവും വരുത്തരുത്. അടുത്തത് അതേപോലെ തിരിച്ചിവിടെയും മടക്കുക. ഇവിടെ കൂർപ്പ് വരണം.
ഈ വരയോട് തൊട്ട് നിൽക്കണം. കൈ കൊണ്ട് വരുത്തിക്കോളൂ. 1 2 3 3 4 പ്രാവശ്യം വരുത്താം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ചേർത്ത് ഇതാ ഇങ്ങനെ മടക്കുക. ഇതാ നോക്കിക്കോളൂ, ഇതൊരു ബേസിക് ഫോൾഡിംഗ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ രൂപം കാണുമ്പോൾ തന്നെ അതൊരു പക്ഷിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിയാക്കാൻ കഴിയുമോ, ആ ഭാവനയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ അതിനെ പക്ഷികളിൽ തന്നെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രൂപത്തിനനുസരിച്ച് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ചില പക്ഷികൾക്ക് കൊക്ക് വളരെ വലുതാവും, ചില പക്ഷികൾക്ക് കൊക്ക് വളരെ ചെറുതാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് ഓരോരോ പക്ഷീനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനിതിലെ ഈ ഭാഗത്ത് ചെറിയൊരു മടക്കും. ഇപ്പോൾ വലിയ കഴുത്താണ്, ചെറിയ കൊക്കാണ്, തലഭാഗം ചെറുതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് അത് ഇരിക്കുന്നത്. പക്ഷികൾക്ക് ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വരയിലൂടെ വിജാഗിരി മടക്കാക്കുക. അപ്പോൾ വിജാഗിരി മടക്ക് വന്നു. അതെ, തിരിച്ച് ഈ സൈഡിലേക്ക് വന്നു. നോക്കൂ, ആദ്യം ചെയ്തത് ഈ ഭാഗത്താണ്, അവിടെ ഈ വരണ്ട്, ആ വരയിൽ മാറ്റമില്ലാതെ തിരിച്ചിങ്ങോട്ട് മടക്കുക. ഇതാണ് വിജാഗിരി മടക്ക്. അപ്പോൾ നമ്മൾ തലഭാഗം ഇരുഭാഗത്തേക്കും വിജാഗിരി മടക്കി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നിവർത്തുക. നിവർത്തിയതിന് ശേഷം ഇതൊന്ന് ഇതേപോലെ ഒന്ന് വിടർത്തി വയ്ക്കുക. ഇനി മുകളിൽ കൈ വിരൽ വെച്ചിട്ട് അങ്ങോട്ട് തള്ളിയാൽ മതി. നേരത്തെ മടക്കിലൂടെ അത് മടങ്ങി വരും. കണ്ടോ? അപ്പോൾ നടുക്കിൽ വന്നു, കൂട്ടിപ്പിടിക്കുക. യെസ്. ഇപ്പോൾ നമ്മുടെ പക്ഷിയുടെ തല കൃത്യം നടുക്കിൽ വന്നു. ആ സൈഡിലേക്ക് പോയിട്ടില്ല, ഈ സൈഡിലേക്കും പോയിട്ടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നടുക്കിൽ തന്നെ വന്നു. ഇത് ഒറിഗാമിയിലെ ഒരു പ്രധാനപ്പെട്ട മടക്കാണ്. ചിലപ്പം വാല് വയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്യേണ്ടി വരും. മിക്കവാറും പക്ഷികൾക്കൊക്കെ ഇതേപോലത്തെ തല ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ബേസിക് ഫോൾഡിംഗ് ആണ് ഇപ്പം ഞാൻ ചെയ്തത്. അപ്പോൾ ചെയ്യേണ്ടത് ഒന്നും കൂടെ ഞാൻ കാണിക്കാം. ആദ്യം വലതു ഭാഗത്തേക്ക് മടക്കി നിവർത്തി, ആ വരയിലൂടെ തന്നെ ഇടതു ഭാഗത്തേക്ക് മടക്കി. ഇതാണ് വിജാഗിരി മടക്ക്. നിവർത്തി, ഇനി ഒന്ന് ഇതിങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ഞാൻ ഈ കയ്യേറ്റ് അമർത്തുക. കണ്ടോ? ഈ കൈ കൊണ്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളുക. അപ്പോൾ നേരത്തെ ഉള്ള 2 മടക്ക് ഇങ്ങനെ ഉയർന്നു വരും, കുന്നുമടക്ക് പോലെ വരും. അത് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പിടിക്കുക. പണി കഴിഞ്ഞു. ഇപ്പം നമ്മുടെ തല റെഡിയായി. അപ്പം ഇങ്ങനെ നമുക്ക് പക്ഷിക്ക് തല വയ്ക്കേണ്ട സന്ദർഭം വരും. ചില വസ്തുക്കൾക്ക്, ഇപ്പോൾ മുയൽ, മത്സ്യം, ഇതിനൊക്കെ വാല് വെക്കേണ്ടി വരും. ആ സമയത്തൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി ഈ ഫോൾഡിങ് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പക്ഷിനെ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കാം. ഇതിൻ്റെ കൊക്ക് നേരത്തേനേക്കാൾ കുറേയും കൂടെ വലുതാക്കി. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു സൈഡിലേക്കാണ് ഇപ്പോൾ തല നിൽക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അത് വിജാഗിരി മടക്കാക്കി തിരിച്ച് ഇടത് ഭാഗത്തേക്ക് തന്നെ മടക്കും. ഇവിടെ നന്നായിട്ട് കൈ കൊണ്ട് വരുതണം. നിവർത്തുക. തിരിച്ച് വലതു ഭാഗത്തേക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ മടക്കിക്കോളൂ. കൈ കൊണ്ട് നന്നായിട്ട് ഒന്നും കൂടെ വരുത്തിക്കോളൂ. യെസ്.
ഇനി വീണ്ടും നിവർത്തുക. ഇനി ഇവിടെ പതുക്കെ ഒന്ന് വിടർത്തി പിടിച്ച് മുകളിൽ ഞാൻ ഈ കൈ വെച്ചതുപോലെ ഒന്നങ്ങോട്ട് തള്ളിയാൽ എടാ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ നോക്കിയേ, ഈ രണ്ട് ഭാഗവും ഉയർന്നു വരുന്നുണ്ട്. അത് കൂട്ടി അങ്ങനെ പിടിക്കുക. കൊക്ക് പോലെ വന്നു. യെസ്. ശരി. ഇവിടെ നമുക്കറിയാം നേരത്തെ ഉണ്ടാക്കിയ പക്ഷിയല്ല ഈ പക്ഷി. നേരത്തെ ഉണ്ടാക്കിയത് ചെറിയ തലയായിരുന്നു, ചെറിയൊരു കൊക്കും ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ചും കൂടെ തലയും കൊക്കും വലുതായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പക്ഷിയല്ല ഇപ്പോഴത്തെ പക്ഷി. ഇത് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഏത് പക്ഷിയോടാണ് സാമ്യം ഉണ്ടാവുന്നത്? പൊന്മാൻ അല്ലേ? നമ്മളെ കുളത്തിലൊക്കെ വന്നിരുന്ന് മീനിനെ വളരെ വേഗത്തിൽ അതിൻ്റെ കൊക്കിൽ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിലായി. ഇനി നമുക്ക് ഇതേപോലെ ഇതിൽ നിന്ന് വേറെയും പല രൂപങ്ങൾ ഉണ്ടാക്കാം. മത്സ്യത്തിലേക്ക് പോവാം, വേറെ അരയന്നത്തിലേക്ക് പോവാം, അങ്ങനെ പല രൂപങ്ങളുണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ബേസിക് ഫോൾഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി മറ്റൊരു ബേസിക് ഫോൾഡിംഗ് കാണാം. അത് ഇത് തന്നെയാണ് ഫോൾഡിങ്. ഇതിൽ ഒരു കുട്ടിച്ചേർക്കലും കൂടെ വരുത്താൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഭാഗത്തേക്കാണ് കൂർത്ത ഭാഗം നിൽക്കുന്നത്. നമ്മളതിനെ മറുഭാഗത്തേക്കും കൂടെ തിരിച്ചൊന്നിങ്ങനെ വെക്കുകയാണ്. ഇപ്പോൾ ഈ ഭാഗത്തേക്കാണ് കൂർപ്പ് നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയ വീതിയുള്ള കൂർപ്പാണുള്ളത്. അപ്പോൾ അത് ഇതേപോലത്തെ ഒരു വീതി കുറഞ്ഞ, കോണളവ് കുറഞ്ഞ ഒരു മൂലയാക്കാൻ പോവുകയാണ്. എളുപ്പമാണ്. നടുക്കിലേക്ക് ഒന്നിച്ച് മടക്കുക. അവിടെ ഇങ്ങനെ കൂർത്ത ഭാഗം വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെയും മടക്കുക. യെസ്. ഇപ്പം നോക്കിയേ, രണ്ട് ഭാഗത്തെയും ഈ ഭാഗത്തുള്ള കോണളവ് ഒരേപോലെ വന്നു. ഉണ്ടോ? ഇത് കോണിൻ്റെ അളവ് ചെറുതാണ്, അതേ അളവ് തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. ഇവിടെ കോണിൻ്റെ അളവ് വലുതായിട്ടുണ്ട്, അതേ അളവ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. വേണമെങ്കിൽ നമ്മൾ ഈ ഒറിഗാമി രൂപം വെച്ച് ഇപ്പോൾ 6ാം ക്ലാസ്സിലെയൊക്കെ കോണളവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കോണ് ഏത് തരത്തിലുള്ള കോണാണ്? അത് മട്ടകോണാണോ, മട്ടകോണിനേക്കാൾ ചെറുതാണോ, മട്ടകോണിനേക്കാൾ വലുതാണോ, അല്ലേ? ചോദിക്കാവുന്നതാണ്. ഇതേപോലെ ഇവിടെ ഒരു കോണുണ്ടല്ലോ. ഇവിടെ 2 കോണ് കാണുന്നുണ്ട്. ഒന്ന് ഈ പൊന്തി നിൽക്കുന്ന ഭാഗത്തൊരു കോണ്, രണ്ടാമത്തത് ഇവിടെ ഇങ്ങനെ ഒരു കോണ്, അതിൻ്റെ ബാക്കി വരുന്നത്. മൂന്നാമത്തത് അത് രണ്ടും കൂടെ ചേരുന്ന ഇത്രയും വലിയൊരു കോണ്. പിന്നെ ഇവിടെ കോണുണ്ട്, ഈ ഭാഗത്ത് കോണുന്നുണ്ട്. അപ്പോൾ കോണുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പേപ്പർ മടക്കുകൾ, ഒറിഗാമികൾ ഉണ്ടാക്കാവുന്നതാണ്. ശരി, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫോൾഡിങ്ങിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നോക്കൂ, ഇനി ഇതൊന്നിങ്ങനെ മടക്കിയാൽ നമ്മുടെ അടുത്ത ബേസിക് ഫോൾഡിംഗ് ആയി. ഒപ്പം വയ്ക്കുക. കൈകൊണ്ട് നന്നായിട്ട് വരുതണം. യെസ്. ഇവിടെ വരുതണം, ഇവിടെ വരുതണം, ഇവിടെ വരുതണം. ഒക്കെ നല്ല ഇസ്തിരിട്ടതുപോലെ, നമ്മൾ സാധാരണ ഷർട്ടൊക്കെ അല്ലെങ്കിൽ ഉടുപ്പൊക്കെ ഇസ്തിരിടല്ലേ, അതുപോലെ ഇസ്തിരിട്ടതുപോലെ ചെയ്യണം. അപ്പോൾ ഇതൊരു ബേസിക് ഫോൾഡിംഗ് ആണ്. ഇതുപയോഗിച്ച് നമുക്ക് പല തരത്തിലുള്ള ജീവികളുണ്ടാക്കാം. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഉള്ള പക്ഷീനേക്കാളിലും ചെറിയൊരു വ്യത്യാസം കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഷേപ്പായിരിക്കും കാക്കയ്ക്ക്, അല്ലേ? ഇവിടെ തല ശരിയായിട്ടില്ല, അത് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞായിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? വിജാഗിരി മടക്കാക്കണം. ഇങ്ങനെ തിരിച്ച് മടക്കി. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നു,
തിരിച്ചിങ്ങോട്ട് വന്നു, അപ്പോൾ ഇങ്ങോട്ടായി. അങ്ങനെ രണ്ട് ഭാഗത്തേക്കും മടക്കാൻ പാകത്തിൽ മടക്കുന്നതിനെയാണ് വിജാഗിരി മടക്കെന്ന് പറയുന്നത്. ശരി, നിവർത്തുക. ഇനി പതുക്കെ ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വിരൽ കൊണ്ട് തള്ളിയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. വിരൽ കൊണ്ട് ഇങ്ങനെ തള്ളുക. ഉണ്ടോ? ആ, ഇനി തിരിച്ചിങ്ങനെ വരുമ്പോൾ കൂട്ടി പിടിക്കുക. യെസ്, അപ്പോൾ നമ്മളെ കാക്ക റെഡിയായി. ഇനി വേണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ വലിയ കൊക്ക് വെച്ചിട്ട് വേറെ ജീവിയാക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ തിരിച്ചു വയ്ക്കുക. തിരിച്ചു വെച്ചാൽ കൊക്ക് ഇപ്പം മേലക്കായി. ഇത് മുകൾ ഭാഗം. ഇനി നമ്മൾ ഈ കൊക്കിൻ്റെ ഈ ഭാഗത്തിനെ ചെറിയൊരു ഒരു മടക്കും കൂടെ തിരിച്ച് മടക്കുക. പക്ഷേ അത് ചെരിഞ്ഞിട്ടായിരിക്കുന്നത്. നേരത്തെ പോലെ വിജാഗിരി മടക്കാക്കണം. രണ്ട് ഭാഗത്തേക്കും വിജാഗിരി മടക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല സമയത്തും ഈ വിജാഗിരി മടക്കിൻ്റെ ആവശ്യം വരും. തിരിച്ച് നിവർത്തുക. ഇതിങ്ങനെ പതുക്കെ തുറന്നു കൊടുക്കുക. ഇനി കൈകൊണ്ട് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും. കൂട്ടിപ്പിടിക്കുക. യെസ്, നോക്കൂ, ഇപ്പോൾ രൂപം മാറിയില്ലേ? ഇപ്പോൾ കാക്കയല്ല, ഇപ്പോൾ വേറെ ഏതോ ഒരു ജീവിയായി മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള ഫോൾഡിങ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ചെറിയ മാറ്റം വന്നതോടുകൂടെ ആള് തന്നെ മാറി, രൂപം തന്നെ മാറി. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഈ ഭാഗത്ത് വേണമെങ്കിൽ ഒരു വാലും കൂടെ വെച്ച് കൊടുക്കാം. ഇതാ, അങ്ങനെ മടക്കിയാൽ മതി. കണ്ടില്ലേ, എവിടെയും വിജാഗിരി മടക്ക് വേണം. തിരിച്ചിങ്ങോട്ട് മടക്കുക. കൈ കൊണ്ട് നന്നായിട്ട് വരുത്തുക. തിരിച്ച് ഈ ഭാഗത്തേക്ക് മടക്കുക. കൈ കൊണ്ട് നന്നായിട്ട് വരുത്തുക. അതാണ് വിജാഗിരി മടക്ക്. അപ്പോൾ പല സമയത്തും വേണ്ടി വരും. നിവർത്തുക. എന്നിട്ട് പതുക്കെ ഇതൊന്ന് തുറന്ന് പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. യെസ്, ഇപ്പോൾ വാലുള്ള ജീവിയായി. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പെൻഗീൻ ഉണ്ടാക്കാം, മത്സ്യത്തെ ഉണ്ടാക്കാം. നമുക്ക് മത്സ്യം എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഇതേ സാധനം തന്നെ നമുക്ക് ഈ ഭാഗം വാലായിട്ട് നിർത്താം. ഈ ഭാഗത്തെ ഇങ്ങനെ നിവർത്തി അത് മുഴുവനായിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വയ്ക്കുക. കണ്ടാ, മുഴുവനായിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചു. ഇപ്പോൾ പക്ഷിയല്ല, ഇപ്പോൾ മീനായി. ഇനി ഈ ഭാഗത്ത് ഒന്നിങ്ങനെ വരച്ച് ഒരു കണ്ണൊക്കെ കൊടുത്ത് ഇവിടെ ഇങ്ങനെ ചെകിളപ്പൂക്കളൊക്കെ വരച്ചാൽ, ചെതുമ്പലുകളൊക്കെ വരച്ച് ഒരു മീനിൻ്റെ ആകൃതിയാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു 4 ബേസിക് ഫോൾഡിംഗ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഒന്ന്, സമചതുരത്തിന് മുകളിൽ സമചതുരം വരുന്നത്. മറ്റൊന്ന്, ത്രികോണത്തിന് മുകളിൽ ത്രികോണം വരുന്നത്. മൂന്നാമത്തെ ഒന്ന്, കോണോട് കോണ് മടക്കിയതിന് ശേഷം ഇങ്ങനെ വരുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള ഫോൾഡിങ്. നാലാമതായിട്ടുള്ളത് അതിനൊരു ചെറിയ മാറ്റം കൂടെ വരുത്തിയിട്ട് ഇങ്ങനെ വരുന്ന ഫോൾഡിങ്. ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമ്മൾ രൂപങ്ങളിലേക്ക് പോകലായി. അപ്പോൾ ഇത്തരത്തിൽ 4 ബേസിക് ഫോൾഡിംഗ് ആണ് ഇപ്പോൾ പരിചയപ്പെടുത്താൻ സമയം കിട്ടിയിട്ടുള്ളൂ. നമുക്കറിയാം, ഇതിൽ നിന്ന് നിങ്ങളുടെ മടക്കുകൾ മാറ്റം വരുത്തി പുതിയ പുതിയ ഒരുപാട് രൂപങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നിന്ന് നമ്മൾ പക്ഷിയുണ്ടാക്കി, മത്സ്യത്തെ ഉണ്ടാക്കി അല്ലേ, ആ രീതിയിലേക്ക് മുന്നോട്ട് പോയി. ഇനി ഞാൻ ചെറിയൊരു ജീവിയെ കൂടെ നമുക്കുണ്ടാക്കി നോക്കാം. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പേപ്പറാണ്. ഇത് വളരെ കൃത്യമായിട്ട് സമചതുരാകൃതിയിൽ മുറിച്ച് പാക്ക് ചെയ്ത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ മുയലിനുണ്ടാക്കാൻ പോവുകയാണ്.
നിങ്ങൾ നോക്കിക്കോളൂ. വേണ്ടത് സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പറാണ്. വലിയ കഷ്ണം വേണ്ട, ചെറിയ കഷ്ണമാണ് ഇതിന് നല്ലത്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കോണോട് കോണ് മടക്കുന്നു. ഇതാ, അത് കൈകൊണ്ട് നന്നായിട്ട് ഉരത്തുക. 1 2 3 അങ്ങനെ നന്നായി കൈകൊണ്ട് വരുത്തണം. ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ സൂക്ഷ്മ പേശികളുടെ വികാസം കൂടെ സാധ്യമാകും. ഇനി അങ്ങനെ മടങ്ങിയിരിക്കുമ്പോൾ തന്നെ വീണ്ടും പകുതിയാക്കി മടക്കുക. അപ്പോൾ അതിൻ്റെ പകുതി വലിപ്പമുള്ള ഒരു ത്രികോണം കിട്ടും. ഇപ്പോൾ നോക്കിയാൽ ഞങ്ങൾ 2 ത്രികോണമുണ്ട്. പക്ഷേ ഇത് നേരത്തെ കണ്ട ത്രികോണത്തിൻ്റെ മുകളിൽ ത്രികോണം വരുന്ന രീതിയല്ല. ഇത് വേറെ ഒരു തരത്തിലുള്ള 2 ത്രികോണമാണ്. ആദ്യം ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് മടക്കി പകുതിയാക്കി, പിന്നെ ആ ത്രികോണത്തെ വീണ്ടും പകുതിയാക്കി. ഇത്രേ ചെയ്തിട്ടുള്ളൂ. വളരെ എളുപ്പമാണ്. ഇനി വേണ്ടത് ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 ഭാഗം ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. ഇവിടെയൊക്കെ ഒന്നിച്ചാണ് നിൽക്കുന്നത്, ഇവിടെ ഒന്നിച്ചാണ് നിൽക്കുന്നത്, ഇവിടെ 2 ഭാഗം വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ വേറിട്ട് നിൽക്കുന്ന ഭാഗത്തെ കേന്ദ്രീകരിച്ച് നമുക്ക് ഈ മുയലിൻ്റെ ചെവിയായിട്ട് മാറ്റണം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗത്താണ് ചെവി വരുന്നത്, അത് മനസ്സിലുണ്ടാവണം. അപ്പോൾ ഞാൻ ഇനി മുറിക്കാൻ പോവുകയാണ്. മുറിക്കാൻ കത്രികയൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെയാണ് മുറിക്കുന്നത്. പക്ഷേ മുറിഞ്ഞ് വരേണ്ടത് എവിടെയാണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഞാൻ മുറിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. പതുക്കെ ഇങ്ങനെ ഒരു മുയലിൻ്റെ ചെവി നീണ്ട് കൂർത്ത ആകൃതിയിലായിരിക്കും. ഇനി വേണ്ടത് ഈ ഭാഗം, മുറിച്ചതിൻ്റെ ഭാഗം താഴേക്ക് കൊണ്ടുവരുന്നു. താഴേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഉയർന്നു നിൽക്കണം. ആ രീതിയിലേക്ക് ഞാൻ അവിടെ വെച്ച് കാണിക്കാം. ഈ ഷേപ്പിൽ കൈ കൊണ്ടുവരുത്തുക 2 പ്രാവശ്യം. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ മുറിച്ചിട്ടുണ്ട്. മുറിച്ച ഭാഗത്തെ ചെവിയുടെ ആകൃതി അവിടെ നിർത്തുക, ബാക്കിയുള്ള ഭാഗം നേരെ താഴേക്ക് കൊണ്ടുവരിക. അങ്ങനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഈ വശത്തിൻ്റെ സമാന്തരമായിട്ട് വരരുത്, ഈ വശം കുറച്ച് ഉയർന്നു നിൽക്കണം. ശരി, അതുപോലെ തിരിച്ചും മറച്ചു വെച്ച് ഇതുപോലെ തിരിച്ചും നേരത്തെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലേക്ക് കൊണ്ടുവന്നാൽ മതി. ശരി, പണി കഴിഞ്ഞു. ഇപ്പോൾ ഒരു മുയലായി. മുയലിന് സാധാരണ വെറുതെ ഇരിക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? അതങ്ങനെ ചെവി ആട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് എന്താ ചെവി ആട്ടുന്ന മുയൽ. ഇനി ഇവിടെ ഒരു കണ്ണൊക്കെ വരച്ച് അതിൻ്റെ മൂക്കൊക്കെ അടയാളപ്പെടുത്തി നമുക്കിതിനെ മനോഹരമാക്കാം. ഇനി ചെറിയൊരു ചെവി വാലും കൂടെ വേണേൽ വെക്കാം. ഈ ഭാഗത്താണല്ലോ വാല് വരുന്നത്. നേരത്തെ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള മടക്ക് ഓർമ്മ ഉണ്ടല്ലോ. ആദ്യം ഒരു ചെറിയ മടക്ക് മടക്കുക. ഇങ്ങനെ മടക്കി വയ്ക്കുന്നു. പക്ഷേ നമുക്കറിയാം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ത് വേണം? വിജാഗിരി മടക്കാക്കണം. അതേ മടക്കിലൂടെ തിരിച്ചും കൊണ്ട് മടക്കുക. ഇങ്ങോട്ട് മടക്കിയിട്ടുണ്ട്, അതേ മടക്കിലൂടെ തിരിച്ചിങ്ങോട്ട് മടക്കുക. ഇത്രയേ ഉള്ളൂ വിജാഗിരി മടക്ക് എന്ന് പറഞ്ഞാൽ. ഇങ്ങോട്ട് മടക്കുക, തിരിച്ചിങ്ങോട്ട് മടക്കുക. എന്നിട്ട് നിവർത്തുക. നിവർത്തിയിട്ട് ഈ ഭാഗം ഒന്ന് തുറന്ന് ഇവിടുന്ന് ഇങ്ങനെ തള്ളിയാൽ മതി. ഞാൻ നേരത്തെ തള്ളിയത് ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെ തള്ളുക. യെസ്. അപ്പോൾ നമ്മുടെ മുയൽ അതിൻ്റെ വാല് മേലേക്കായി വന്നു. ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ മുയലിൻ്റെ വാലിൻ്റെ ആകൃതിയിൽ മടക്കി വയ്ക്കുന്നുണ്ട്.
പക്ഷെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നിവർത്തി ഈ ഭാഗത്തേക്ക് ചെരിച്ചു വെച്ചു, ആ നിവർത്തി, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ തുറന്ന് ഉള്ളിലേക്ക് തള്ളുക. തള്ളി വരുമ്പോൾ മറിഞ്ഞ് രണ്ടും കൂടെ ചേർത്ത് അങ്ങനെ കുട്ടി പിടിച്ചാൽ മതി. ഇപ്പോൾ നോക്കി ചെറിയൊരു വാലും വന്നു. ഇനി ഒന്നും കൂടെ നമ്മളെ മുയലിനെ ഇവിടെ പിടിക്കുക. ഈ കൈ കൊണ്ട് അതിൻ്റെ തലഭാഗത്ത് അടിയിൽ പിടിക്കുക. മുറിച്ച 2 കഷ്ണങ്ങൾ അതിവിടെ താഴത്ത് വരുന്നുണ്ട്, അത് മറ്റേ കയ്യിലും പിടിക്കുക. ഇനി ഈ തലയ്ക്ക് വെച്ചിട്ടുള്ള ഭാഗത്ത് മുറുക്കി പിടിച്ചതിന് ശേഷം വിടാതെ രണ്ടാമത്തെ കൈയുള്ള ഭാഗം വലിച്ചോളാം. വലിക്കുമ്പോൾ നമ്മളെ മുയൽ ചെവിയാട്ടും. ഇങ്ങനെ ചലിക്കുന്ന രൂപമാണ് നമ്മളെ ചെറിയ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുണ്ടാവുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഒറിഗാമി രൂപമാണ്. ഇവിടെ മുറിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ കൈകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ത്രികോണാകൃതി വന്നാൽ അത് ഇവിടെ മുറിച്ച് വാല് വെച്ച് തീർന്നു, പടി കഴിഞ്ഞു. ഇതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത്. ഒരുപാട് രൂപങ്ങൾ നിങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ഈ 1 മണിക്കൂറിനുള്ളിൽ അതിനുള്ള സമയം ലഭ്യമാവാത്തത് കൊണ്ടാണ് നമ്മളിന്ന് ബേസിക് ആയിട്ടുള്ള ഫോൾഡിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ സമയം ചർച്ച ചെയ്തത്. ഈ ബേസിക് ഫോൾഡിങ്ങും അതേപോലെ തന്നെ അടയാളങ്ങളും വിജാഗിരി മടക്ക് പോലെയുള്ള പ്രധാനപ്പെട്ട മടക്കുകളും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നെറ്റ് ഉപയോഗിച്ച് ഒരുപാട് വിഭവങ്ങൾ ലഭ്യമാണ്. അത് വീഡിയോ ഉണ്ട്, ഡയഗ്രം ഉണ്ട്. അതുപയോഗിച്ച് നിങ്ങൾ തുടർന്ന് രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിലിടയ്ക്ക് നിങ്ങൾക്ക് തന്നെ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കാനുള്ള ആശയം വരും. അപ്പോൾ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കുക, അത് വീണ്ടും ഷെയർ ചെയ്യുന്നതിന് നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താം. അങ്ങനെ നമ്മുടെ ഒറിഗാമി എന്ന് പറയുന്ന ഈ കലാരൂപത്തെ ഇനിയും വളർത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞാൻ കുറച്ച് രൂപങ്ങൾ മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അറിയാവുന്ന രീതിയിൽ മറുപടി പറയാം. ഇവിടെ കുറച്ച് രൂപങ്ങൾ ഞാനിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. നോക്കിക്കോളുക. നമ്മുടെ സഡാക്കോ കൊക്കാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ മുകളിലിരിക്കുന്നത് പറക്കുന്ന പക്ഷിയാണ്. പക്ഷേ ഇത് നമ്മൾ കുറച്ചും കൂടെ അതിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട്. ഇതൊരു മയിലാണ്, പീലി വിടർത്തി നിൽക്കുന്ന മയിൽ. ഇത് മറ്റൊരു പക്ഷിയാണ്, വാല് വളരെ നീളത്തിലുള്ള പക്ഷിയാണ്. ഇതൊരു പൂവ്. ഇത് മറ്റൊരു മൃഗമാണ്, നമ്മൾ കാട്ടിലൊക്കെ കാണുന്ന ഒരു മൃഗമാണ്. പിന്നെ ഇതാ സോഫ നിങ്ങൾ ഒന്ന് നോക്കുക. ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചതാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പിടിച്ച് വലിച്ച് നിവർത്താവുന്നതാണ്. ഇനി ഇവിടെ സഞ്ചിയുണ്ട്, ആന, അങ്ങനെ പല രൂപങ്ങളും. ഇതൊക്കെ നമുക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കൊച്ചു കൂട്ടുകാരും മുതിർന്ന പ്രവർത്തകരും ഈ ഒറിഗാമി എന്ന് പറയുന്ന കലാരൂപത്തെ നെഞ്ചോട് ചേർക്കണം. അത് സ്ഥിരമായി നിർമ്മിക്കുകയും അവരുടെ ജീവിതത്തിൽ തന്നെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അധ്യാപകരാണെങ്കിൽ ഗണിത പഠനത്തിന് നന്നായി ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികളുടെ സൂക്ഷ്മ പേശി ചലനത്തിന്
ഉപയോഗിക്കാവുന്ന നല്ലൊരു ഉപാധിയാണ് ഒറിഗാമി. 1-ാം ക്ലാസ്സിലാണെങ്കിലും അംഗനവാടി, പ്രീ പ്രൈമറി, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. അവരത് ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കലാകാരന്മാർ ഇത്തരത്തിലുള്ള രൂപങ്ങൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമുക്കും പങ്കാളിയാവാം. നമുക്കിന്ന് കിട്ടാവുന്ന പലതരത്തിലുള്ള ഒറിഗാമി രൂപങ്ങളുണ്ട്. അത് ഈസി, വളരെ ചെറിയ ഫോൾഡിംഗ് ഉള്ള രൂപങ്ങളാണ് ഈസി ഒറിഗാമി. വളരെ വളരെ മടക്കുകളുള്ള കഠിനമായിട്ടുള്ള ഒറിഗാമി രൂപങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഏറ്റവും താഴെ തലത്തിലുള്ള മടക്കുകളും രൂപങ്ങളിൽ നിന്നും തുടങ്ങി പതുക്കെ പതുക്കെ മടക്കിൻ്റെ എണ്ണം കൂട്ടി പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കി വലിയ രൂപങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തണം. എന്തായാലും ഇത്തരത്തിലുള്ള പേപ്പർ കൊണ്ടുള്ള രൂപങ്ങൾ നിർമ്മിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. നിങ്ങളുടെ ബുദ്ധിവികാസത്തിൽ മാറ്റങ്ങൾ വരും, നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട മേഖലയായി കാണണം. അങ്ങനെ കണ്ടുകൊണ്ട് ഈ കലാരൂപത്തെ സ്നേഹിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് വളരെ താഴ്മയായിട്ട് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം രമേശൻ മാഷും റിസ്വാന് തുടങ്ങിയ ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് വലിയ മുൻകൈയാണ് എടുക്കുന്നത്. നമ്മുടെ കൂട്ടുകാരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.